Hi students, welcome to Bosco Campus Vision. This is Asha SP. So, നമ്മളപ്പോ assessment of individuals in the problem പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റൗണ്ടിങ് ഓഫ് ഇൻകവും അതിന് മുമ്പത്തെ ക്ലാസ്സിൽ സ്റ്റെപ്സ് ഇൻ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം എന്ന് പഠിച്ചു. സോ അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് പ്രോബ്ലം നമ്പർ 1. ഒരു പ്രോബ്ലത്തിന് ഞാൻ 2 പാർട്ടായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ 5 ഹെഡ്സ് ഓഫ് ഇൻകവും നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. യു ഹാവ് ടു തറോ വിത്ത് ദ 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് 2 പാർട്ടായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇൻകം ഫ്രം സാലറി ഒക്കെ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണ് അല്ലേ. സോ അപ്പോൾ കുറച്ച് മറന്നിരിക്കുകയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയും. അപ്പോൾ നമ്മൾ സാലറി ചെയ്യുമ്പോൾ സാലറിയുടെ നോട്ട്സ്, അതായത് നിങ്ങളെ ഗ്രീഷ്മ മിസ് പഠിപ്പിച്ച സാലറിയുടെ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെടുത്ത് ഓരോ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്ന പ്രോബ്ലം നോക്കാനായിട്ട്. സോ അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ലെറ്റ്സ് ലുക്ക് ഇൻടു ദി ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മിസ്റ്റർ ജേക്കബ് എംപ്ലോയ്ഡ് as finance officer in a public company at Mumbai submits the following information regarding his income. Salary, basic salary 30,000 per month, dearness allowance 20,000, city compensatory allowance 2,000 per month, children education allowance 1,000 per month for 3 children, bonus 65,000. The following additional information is given. He paid employment tax of rupees 5,000 during 18-19. 18-19 ഉള്ളത് നിങ്ങൾ 19-20 ആക്കണേ. He contributed 30,000 to RPF. The company also made an equal contribution. He also paid 40,000 as life insurance premium to LIC for a policy in his name. Mr. Jacob owns a house property in Kerala which has been let out on a monthly rent of 6,000. Its municipal valuation is 80,000. He paid 5,000 as municipal tax during the previous year and donated 10,000 to Maharashtra Chief Minister's Fund. Compute his total income for the assessment year 2020-21. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വി ഹാവ് ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. നമുക്ക് ടോട്ടൽ ഇൻകം മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ എന്താണ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് നോക്കുക, അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കുക. ഇവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലേ. നമ്മൾ ഹെഡിങ് എഴുതി. അപ്പോൾ നമ്മൾ പ്രോബ്ലം നമ്പർ 1 പാർട്ട് 1 കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. നിങ്ങൾ ഈ പാർട്ട് 1 എന്ന് എഴുതണ്ട, ഞാൻ ഈ വീഡിയോ പ്രസന്റേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. അടുത്തത് ചെയ്യേണ്ടത് ഇതിൽ ഏതൊക്കെ ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. സോ ഇവിടെ നമുക്കറിയാം സാലറി, ബോണസ്, കമ്മീഷൻ അതെല്ലാം ഏത് ഹെഡിലാണ് വരുന്നത്? ഇൻകം ഫ്രം സാലറി. ദെൻ അതിനുശേഷം മിസ്റ്റർ ജേക്കബ് ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഹെഡ് ഓഫ് ഇൻകം കൂടെ ഇല്ലേ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Then he paid municipal tax, അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ വരുന്നതാണ്. Donated 10,000 to Maharashtra Chief Minister's Fund, അത് ഇവിടെ വരുന്നതാണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G, ഡൊണേഷൻ ടു ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ മുമ്പിലുള്ള കാര്യങ്ങൾ. സോ അപ്പോൾ നമുക്കിവിടെ 2 ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. ഒന്ന് ഇൻകം ഫ്രം സാലറി, ഒന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മുടെ പ്രോസസ് ഇങ്ങനെയാണ്. ഈ 2 ഹെഡ് ഓഫ് ഇൻകം കൂടെ ആഡ് ചെയ്തതിന് ശേഷം, അത് മാത്രമേ ഇവിടെ ഉള്ളൂ, ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഡിഡക്ഷൻസ് ആയ 80G കുറയ്ക്കുക. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. സോ അപ്പോൾ നമ്മൾ സാലറി എല്ലാം മറന്നിരിക്കുവാണെന്ന് എനിക്കറിയാം. സോ നമ്മൾ ഹെഡിങ് എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ. ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ഇസ് ഇൻകം ഫ്രം സാലറി. സോ നമ്മുടെ ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം എഴുതി ഇൻകം ഫ്രം സാലറി. അപ്പോൾ നമുക്ക് അവിടെ സാലറി ഹെഡിലുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് എഴുതാം. അപ്പോൾ നമ്മളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 30,000. ദാറ്റ് മീൻസ് ബേസിക് സാലറി ആണിത്. 30,000 ഇൻറ്റു പെർ മന്ത് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? പെർ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ പെർ മന്ത് 30,000. അത് ശ്രദ്ധിച്ചോണം. 30,000 ഇൻറ്റു 12 ദാറ്റ് ഇസ് 3,60,000. ദെൻ
Next one is dearness allowance, 20,000 per month. So 20,000 into 12, that is 2,40,000. Then city compensatory allowance, 2,000 per month. Adam salary head, so 2,000 into 12, that is 24,000. Then children education allowance, rupees 1,000 per month per child for 3 children. So children education allowance നമ്മൾ സ്പെഷ്യൽ അലവൻസിലാണ് വരുന്നത്. സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നോട്ടിൽ നോക്കാം. ഞാൻ തന്നിരിക്കുന്നതല്ല, ഏത് മിസ്സാണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ മിസ്സിൻ്റെ നോട്ടിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസിലാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് വരുന്നത്. ഇറ്റ് ഈസ് എക്സെപ്റ്റഡ് അപ് ടു ₹100 per month per child to a maximum of 2 children. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ നോക്കിക്കോണം. നമ്മൾ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് ഹെഡിങ് എഴുതി. സോ നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 1,000 into 12 into 3. ഓക്കെ, 1,000 ക്വസ്റ്റിന് തന്നിരിക്കുന്നത് പെർ മന്ത് ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ പെർ ഇയർ ഇൻറ്റു ആ പെർ മന്തിനെ നമ്മൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ ഇൻറ്റു 3. ദാറ്റ് ഇസ് 36,000 is the children education allowance which is given in the question. സോ അതിൽ നിന്നും എത്ര എക്സെപ്റ്റഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. So എത്രയാണ് എക്സെപ്റ്റഡ്? ₹100 per month per child to a maximum of 2 children. So let's exempted amount 100 per month into ഒരു വർഷം 12 maximum of 2 children, that is 2,500 ആണ് നമുക്ക് എക്സെപ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട്. സോ ഇതിൽ നിന്നും 36,000 നിന്നും എക്സെപ്റ്റഡ് എമൗണ്ട് കുറച്ചാൽ ബാക്കി 33,600 ആണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഐറ്റം ആദ്യം എടുത്ത് എഴുതുക, ദെൻ നമ്മുടെ എക്സെപ്റ്റഡ് എമൗണ്ട് അതിൽ നിന്നും കുറയ്ക്കുക. ഇത് നിങ്ങളുടെ നോട്ട്സിലുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിലുണ്ട്, അത് നോക്കുക, റെഫർ ചെയ്തേക്കുക. സോ 100 per month per child to a maximum of 2 children. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വർക്കിംഗ് നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാം, children education allowance is exempted up to ₹100 per child to a maximum of 2 children. So 2,400 നമുക്ക് ആൻസർ കിട്ടും. ദെൻ ബോണസ് 65,000 നമ്മൾ എഴുതി. ദെൻ അവിടെ ഒരു ഐറ്റം ഉണ്ട്, he contributed 30,000 to RPF. The company also made an equal contribution. Employers contribution നമ്മൾ പറഞ്ഞു, RPFന് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% of employee salary. എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുത്താൽ മതി, എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ മാത്രം. സോ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നും എക്സസ് ഇല്ല. ഞാൻ വേണമെങ്കിൽ ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കാണിച്ചു തരാം, അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതാത്തത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ലല്ലോ. സോ അപ്പോൾ നമ്മൾ അത് എഴുതണ്ട. ഹി ഓൾസോ പെയ്ഡ് 40,000 ആസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. അത് 80Cയിൽ വരുന്ന ഐറ്റമാണ്, പേയ്മെൻറ്റ് ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ദെൻ നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ഇൻകം ഫ്രം സാലറി, ഗ്രോസ് സാലറിയിൽ വരുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,22,600 rupees കിട്ടും. അപ്പോൾ സാലറിയിലുള്ള 3 ഡിഡക്ഷൻസ് ഇല്ലേ, ഗ്രോസ് സാലറിയിൽ നിന്ന് 3 ഡിഡക്ഷൻസ് നമുക്കുണ്ട്, ശ്രദ്ധിച്ചേക്കുക. ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് 3 ഡിഡക്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 40,000, അത് എല്ലാവർക്കും ഉള്ളതാണ് 40,000. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ്, എംപ്ലോയ്മെന്റ് ടാക്സ്, എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ്. എന്റർടൈൻമെന്റ് അലവൻസ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ്. നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ വരുവാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പ്രൊഫഷണൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. സോ നമ്മൾ ഗ്രോസ് 7,22,600 പ്ലസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000. ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കൊടുക്കണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ദെൻ പ്രൊഫഷണൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഹി പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് ഓഫ് ₹5,000 ഡ്യൂറിംഗ് ദ year. So 5,000, 2,500 അല്ല മക്കളെ, 5,000 ആണ്. He paid employment tax of 5,000 during the year. So 5,000 ആണ്, 2,500 ഇട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. സോ 5,000 ഇതിനകത്ത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 5,000 നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആ 40,000 5,000 കഴിച്ച് കിട്ടുന്ന ബാക്കി എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, ഇൻകം ഫ്രം സാലറി. ഓക്കെ, സോ ഇതിന് ശേഷം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അതിൽ നിന്നും ഡിഡക്ഷൻ കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഇൻകം. സോ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങളും എടുത്ത് പഠിച്ച് ചെയ്യാം. So that's all about with today's session. This is Asha SP signing off from Bosco Campus Vision.